കഴിഞ്ഞ നാളുകളിൽ തല താഴ്ന്നെങ്കിൽ ഈ നാളുകളിൽ തല ഉയരുകയാണ്. കഴിഞ്ഞ നാളുകളിൽ തല താഴ്ന്നെങ്കിൽ ഈ നാളുകൾ തല ഉയരുകയാണ്. കഴിഞ്ഞ നാളുകളിൽ തല താഴ്ന്നെങ്കിൽ ഈ നാളുകൾ തല ഉയരുകയാണ്. കാര്യം ദൈവം തലയെ ഉയർത്തുന്നവനാണ്. എനിക്ക് ചുറ്റും പരിചയം, എന്റെ മഹത്വവും, എന്റെ തല ഉയർത്തുന്നവനുമാകുന്നു. ഇന്ന് പകൽ ആ വാഗ്ദത്തം ഞാൻ സഭയ്ക്ക് കൈമാറുകയാണ്. ദൈവവചനത്തിന്റെ വാഗ്ദത്തം സഭയ്ക്ക് കൈമാറുന്നു. വചനത്തിന്റെ വാഗ്ദത്തം സഭയുടെ മേലുള്ള വാഗ്ദത്തത്തിലേക്ക് കൈമാറുന്നു. നിന്റെ തല താഴ്ചയിലേക്കല്ല, നിന്റെ തല ഉയർച്ചയിലേക്ക്. നീ താഴ്ച പ്രാപിക്കുമെന്നല്ല, നീ ഉയർച്ച പ്രാപിക്കും. നിന്റെ തല ഉയർത്തുന്നവനാണ്. ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്തിട്ട് തല ഉയർത്തുന്നവൻ, തല ഉയർത്തുന്നവന് മഹത്വം കൊടുത്ത് ആ ദൂതിനെ ഇന്ന് പകൽക്കാലം സ്വീകരിച്ചു. ആ വാഗ്ദത്തത്തെ ഇന്ന് പകൽക്കാലം സ്വീകരിച്ചു. ആ ദൈവവചനത്തെ ഇന്ന് പകൽക്കാലം ഒന്ന് സ്വീകരിച്ചു. ഞങ്ങൾക്കൊരു കാര്യം അറിയാം, പ്രാർത്ഥിക്കുന്ന ഞങ്ങൾക്കൊരു കാര്യം അറിയാം. എന്തുവെന്നറിയാമോ? തല താഴ്ത്താൻ പിശാച് എഴുന്നേൽക്കുമെന്നറിയാം. പക്ഷേ തല താഴ്ന്ന് നിൽക്കാൻ അവൻ അനുവദിക്കത്തില്ല. ആര്? ദൈവം. അവിടെ എന്റെ തലയെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ ഇതുവരെ നിന്റെ തലയെ താഴ്ത്തി നിർത്താൻ തക്കവണ്ണം പിശാച് ഒരുക്കുന്ന പദ്ധതികളെ സ്വർഗം ഇന്ന് പകൽക്കാലം പൊളിക്കുകയാണ്. വചനം പറയുന്നു നിന്റെ തലയെ ഉയർത്തും. സങ്കീർത്തനക്കാരൻ പറയുന്നു അവൻ എന്റെ തലയെ ഉയർത്തുന്നവനാണ്. കഴിഞ്ഞ നാളുകളിൽ തല താഴ്ന്നെങ്കിൽ ഈ നാളുകളിൽ തല ഉയരുകയാണ്. കഴിഞ്ഞ നാളുകളിൽ തല താഴ്ന്നെങ്കിൽ ഈ നാളുകൾ തല ഉയരുകയാണ്. കഴിഞ്ഞ നാളുകളിൽ തല താഴ്ന്നെങ്കിൽ ഈ നാളുകൾ തല ഉയരുകയാണ്. കാര്യം ദൈവം തലയെ ഉയർത്തുന്നവനാണ്. നിന്നെ ഉയർത്തില്ലെന്ന് വെല്ലുവിളിക്കുന്ന പൈശാചിക പദ്ധതിയുടെ നടുവിൽ ദൈവത്തിന്റെ വചനം പറയുന്നു അവൻ എന്റെ തല ഉയർത്തുന്നവനാണ്. ഒരിക്കൽ അഹശ്വേരോശ് രാജാവിന്റെ കാലഘട്ടത്തിൽ അവിടെ ഉന്നത പദവിയിലിരുന്ന ഹാമാൻ എന്ന് പറയുന്ന മനുഷ്യന് വലിയൊരു ആഗ്രഹം, പ്രാർത്ഥിക്കുന്ന മൊർദെഖായി ഒക്കെ തന്റെ മുൻപിൽ ശിരസ്സൊന്ന് നമിക്കണം. സ്തുതിക്കുന്നവനൊരു പ്രത്യേകതയുണ്ട്. എന്നോട് കൂടെ ചേർന്ന് അവനൊരു യഹൂദനാണ്. യഹൂദൻ എന്നതിന്റെ അർത്ഥം സ്തുതിക്കുന്നവൻ എന്നാണ്. അവനൊരു പ്രത്യേകതയുണ്ട്. അവൻ തന്നെ സൃഷ്ടിച്ച ദൈവത്തിന്റെ മുൻപാകെ അല്ലാതെ ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്ത് എങ്ങനെ സ്തുതിക്കുന്നവനൊരു പ്രത്യേകതയുണ്ട്. എങ്ങനെയാണ്? തന്നെ സൃഷ്ടിച്ച ദൈവത്തിന്റെ മുൻപാകെ അല്ലാതെ ശിരസ് കുനിച്ചു കൊടുക്കുന്ന പരിപാടി അവനില്ല. ആരാധനയ്ക്ക് വേണ്ടിയോ ബഹുമാനിക്കാൻ വേണ്ടിയോ ശിരസ് കുനിച്ചു കൊടുക്കുന്ന പരിപാടി അവനില്ല. ഒന്നുകൂടെ പറയാം, പിശാചിന്റെ മുൻപിൽ തല കുനിക്കണമെന്ന് പിശാച് ആഗ്രഹിക്കുമ്പോ
സ്തുതിക്കുന്നവന്റെ പ്രത്യേകത അവന് പറയാൻ പറ്റും, ദൈവത്തിന്റെ മുൻപിലല്ലാതെ ഞങ്ങളുടെ തല കുനിയത്തില്ല. ഓ, പരിശുദ്ധാത്മാവ് വ്യക്തമായി ഇന്ന് പകൽ സംസാരിക്കുന്നു. നിന്നെ തലകുനിച്ച് നിർത്താൻ തക്കവണ്ണമുള്ള പദ്ധതികളുടെ മേൽ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ വിടുതലയക്കുകയാണ്. സ്വീകരിച്ചോ. അവനൊരു പ്രത്യേകതയുണ്ട്. തലകുനിക്കണമെങ്കിൽ, ഈ സ്തുതിക്കുന്നവന്റെ പ്രത്യേകത, ദൈവത്തെ ആരാധിക്കുന്നവന്റെ പ്രത്യേകത, ഞങ്ങൾ തലകുനിക്കണമെങ്കിൽ എങ്ങനെ? ബഹുമാനത്തോടെ ദൈവത്തെ സേവിക്കുന്നത് പോലെ സേവിക്കുവാനോ ബഹുമാനം കൊടുക്കുവാനോ തല കുനിക്കണമെങ്കിൽ അത് ഞങ്ങളുടെ ദൈവത്തോട് മാത്രമായിരിക്കും. സ്തോത്രം. ഹാമാന് മനസ്സിലായി, എടാ ഇവൻ ഇങ്ങനെ വിട്ട പറ്റത്തില്ലല്ലോ. ആരെ? ഈ മൊർദെഖായിയെ. ഒരു കാര്യം ചെയ്യാം, കഴുമരം ഒരുക്കാം, ഇവനെ അതിൽ തൂക്കാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യാം. ഈ വാർത്ത മൊർദെഖായി അറിഞ്ഞ് ആമേൻ മെല്ലെ വന്ന് എസ്തേറിനെ കണ്ട് കാര്യങ്ങളെല്ലാം സംസാരിച്ചു. യഹൂദന്മാരും അവിടെ ഉള്ളവരെല്ലാരും കൂടെ ഒരു 3 ദിവസത്തെ ഉപവാസം നിശ്ചയിച്ച് ദൈവസന്നിധിയിൽ ഇരുന്നു. ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവം വിഷയത്തിന്റെ മേൽ ഇടപെട്ടു. കഴുമരം സ്തുതിക്കുന്നവന് നേരെ കഴുമരം ഒരുക്കി കാത്തിരിക്കുന്ന ഹാമാനെ തന്നെ കഴുമരത്തിൽ കയറ്റാൻ ദൈവ പദ്ധതി വെളിപ്പെട്ടു. നീ ആരാധിക്കുന്ന ഒരു ദൈവവൈതലാണ്, നീ പ്രാർത്ഥിക്കുന്ന ദൈവവൈതലാണ്. പിശാചിന്റെ പദ്ധതികൾ നിന്റെ തല കുനിഞ്ഞു നിൽക്കാൻ തക്കവണ്ണം ആസൂത്രണം ചെയ്യാം. എന്നാൽ നീ ദൈവത്തിങ്കലേക്ക് തിരിയുമ്പോൾ, നീ സ്തുതിക്കാൻ തക്കവണ്ണം തിരിയുമ്പോൾ, നിന്റെ തല ഉയർത്താതെ നിന്റെ തലയെ താഴ്ത്തണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ നടുവിൽ നിന്റെ തലയെ ഉയർത്തുന്നവൻ ആ ദൈവം യേശുവാണ്.